നക്ഷത്രഫലം 2026 മാർച്ച് 8 മുതൽ 14 വരെ. അശ്വതി. പുതിയ തൊഴിൽ ലാഭം, ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും, മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും, പണച്ചെലവ് അധികരിക്കും, കുടുംബസമേത യാത്രകൾ നടത്തും, ഭൂമിയിൽ നിന്നുള്ള ധനലാഭം, അയൽവാസികളുടെ സഹായം എന്നിവ ലഭിക്കും. ഭരണി. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും, സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ധനപരമായി അനുകൂല സമയമാണ്, സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും, പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും, വിശ്രമം കുറയും. കാർത്തിക. ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും, ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും, തൊഴിലിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും, മാനസിക സന്തോഷം വർദ്ധിക്കും, കടമിടപാടുകൾ കുറയ്ക്കുവാൻ കഴിയും, വിദേശ ജോലിക്കായുള്ള ശ്രമത്തിൽ വിജയിക്കും, കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. രോഹിണി. ബന്ധുക്കൾ വഴി കാര്യസാധ്യം ഉണ്ടാകും, പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കും, സ്വന്തം ബിസിനസ്സിൽ അവിചാരിത നേട്ടം ലഭിക്കും, മുമ്പ് കടം നൽകിയിരുന്ന പണം തിരികെ കിട്ടും, കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതമായ അന്തരീക്ഷം ശമിക്കും, വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും. മകയിരം. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും, വാക്കുതർക്കങ്ങളിൽ പരാജയം നേരിടാനിടയുണ്ട്, പലതരത്തിലുള്ള സാമ്പത്തിക വിഷമതകൾ അനുഭവിക്കും, ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടും. തിരുവാതിര. തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടും, ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും രോഗദുരിതം ഉണ്ടാകും, പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കും, സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും. പുണർദം. സഹോദര ഗുണം ലഭിക്കും, ധനലാഭം, സുഹൃത്തുക്കളുമായി ഭിന്നത, പൊതുപ്രവർത്തനത്തിൽ വിഷമങ്ങൾ, ബന്ധുക്കളിൽ നിന്നുള്ള സഹായം, കടങ്ങൾ വീട്ടുവാൻ അവസരം, ദാമ്പത്യ കലഹത്തിന് ശമനം എന്നിവ ഉണ്ടാകും. പൂയം. സുഹൃത്തുക്കളുമായി തർക്കങ്ങളിൽ ഏർപ്പെടും, ഉല്ലാസയാത്രകൾക്ക് അവസരമൊരുങ്ങും, കടങ്ങൾ വീട്ടും, ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കും, ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന രോഗദുരിതം ശമിക്കും, തൊഴിൽപരമായ അലച്ചിൽ ഉണ്ടാകും. ആയില്യം. തൊഴിൽപരമായ നേട്ടങ്ങൾ, ചെലവ് നിയന്ത്രിക്കുവാൻ സാധിക്കും, സഹോദര ഗുണം വർദ്ധിക്കും, സർക്കാർ രേഖകൾ ലഭിക്കും, ഉദരരോഗ സാധ്യത ഉണ്ട്, കുടുംബ സൗഖ്യവർദ്ധന, ബിസിനസ്സിൽ പുരോഗതി, മാനസികമായ സംതൃപ്തി, ഭൂമി വാഹന വിൽപ്പന വഴി ധനലാഭം, പൊതുപ്രവർത്തനത്തിൽ ചെറിയ തിരിച്ചടികൾ. മകം. പൊതുപ്രവർത്തനത്തിൽ ബന്ധുജന പിന്തുണ കുറയും, സുഹൃത്തുക്കളുടെ മാനസിക സംഘർഷം വർദ്ധിക്കും, പ്രവർത്തനങ്ങളിൽ അവിചാരിത തടസ്സം ഉണ്ടാകും, ഉപരിപഠനത്തിന് അവസരമൊരുങ്ങും, കടങ്ങൾ വീട്ടും, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കും. പൂരം. ബന്ധുഗുണം ലഭിക്കും, പ്രധാന തീരുമാനങ്ങൾ എടുക്കും, ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരും, ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാവും, മനസ്സിൽ സംഘർഷം അധികരിച്ചിരിക്കും, അന്യരുടെ വാക്കിനാൽ മനസ്സിന് മുറിവേൽക്കും, പരീക്ഷാ വിജയം ഉണ്ടാകും. ഉത്രം. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും, ഇരുചക്രവാഹനം വാങ്ങും, വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം, സ്വന്തം ജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും, പ്രശ്നപരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും, കലാപരിപാടികളിൽ സംബന്ധിക്കും. അത്തം. തൊഴിൽപരമായി അനുകൂല വാരമാണ്, വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും, പൊതുപ്രവർത്തനങ്ങളിൽ വിജയം നേടും, വരവിനൊപ്പം ചെലവ് അധികരിക്കും, സന്താന ഗുണം വർദ്ധിക്കും, വാക്കുതർക്കങ്ങളിലേർപ്പെട്ട് അപമാനമുണ്ടാകും, കണ്ഠരോഗ ബാധ ഉണ്ടാകും. ചിത്തിര. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങേണ്ടി വരും, ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകും, ബന്ധുജനങ്ങൾക്ക് അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും, ഉപയോഗ്യ വസ്തുക്കൾ മോഷണം പോകാം, സുഹൃത്തുക്കൾ നിമിത്തം നേട്ടം ഉണ്ടാകും. വിശാഖം. മാനസികമായി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും, പണമിടപാടുകളിൽ ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്, അനാരോഗ്യം ഉണ്ടാകും, വിദേശ സഞ്ചാരം സാധ്യമാകും, തൊഴിൽ മെച്ചപ്പെടും, ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. അനിഴം. വിവാഹ തീരുമാനം അല്പം കൂടി നീട്ടിവെക്കുന്നതാണ് ഉത്തമം, ലഹരി വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കും, വിലപ്പെട്ട രേഖകൾ കൈമോശം വരാൻ ഇടയുണ്ട്,
കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക. ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ വിജയിക്കുകയില്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിത നഷ്ടമുണ്ടാകും. തൃക്കേട്ട, ബന്ധുജന സഹായം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും. ഇൻ്റർവ്യൂകളിൽ നേട്ടം കൈവരിക്കും. സർക്കാർ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. മൂലം, സാമ്പത്തിക വിഷമം തരണം ചെയ്യും. വാസസ്ഥാനത്തിനു മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും. ഇഷ്ടസ്ഥാനലബ്ധി എന്നിവയുണ്ടാകും. പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി ഉണ്ടാകും. പൂരാടം, ഭവനം മോടി പിടിപ്പിക്കുവാൻ പണം മുടക്കും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും. ഇൻഷുറൻസ്, ചിട്ടി എന്നിവയിൽ നിന്ന് ധനലാഭത്തിന് സാധ്യതയുണ്ട്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പണം മുടക്കും. ഉത്രാടം, ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും. സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത. ഉത്തരവാദിത്തം വർദ്ധിക്കും. പണമിടപാടുകളിൽ നഷ്ടം സംഭവിക്കാം. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ടി വരും. തിരുവോണം, വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടും. ബിസിനസ്സുകളിൽ നിന്ന് നേട്ടമുണ്ടാകും. ദ്രവ്യലാഭത്തിന് സാധ്യതയുണ്ട്. ഗ്രഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് മികച്ച നേട്ടം ലഭിക്കും. അവിട്ടം, പ്രശ്നപരിഹാരത്തിനായി സുഹൃത്തുക്കളുടെ സഹായം തേടേണ്ടി വരും. പൊതുപരിപാടികളിൽ സംബന്ധിക്കും. സ്നേഹിക്കുന്നവരിൽ നിന്ന് എതിർപ്പ് നേരിടും. വ്യാപാരം, മറ്റ് ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചതയം, ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടും. ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റം ഉണ്ടാകും. അന്യദേശവാസം എന്നിവയുണ്ടാകും. പുണ്യസ്ഥല സന്ദർശനം നടത്തും. പൂരുരുട്ടാതി, രോഗദുരിത ശമനം. ജീവിത പങ്കാളിയിൽ നിന്ന് ഉറച്ച പിന്തുണ. പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. അമിത ആത്മവിശ്വാസം പലപ്പോഴും ആപത്തായി തീരും. ബാങ്കുകളിൽ നിന്ന് ലോൺ പാസ്സായി കിട്ടും. ഉത്രട്ടാതി, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. ബന്ധുജന ഗുണം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും. ഇരുചക്രവാഹനം വാങ്ങും. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. സ്വന്തം ജനങ്ങൾക്ക് ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും. രേവതി, കർമ്മരംഗം പുഷ്ടിപ്പെടും. പൊതുപ്രവർത്തന വിജയം ലഭിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതമായ അന്തരീക്ഷം ശമിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും. ചിട്ടി, ഭാഗ്യക്കുറി എന്നിവയിൽ നിന്ന് നേട്ടം ഉണ്ടാകും. ക്ഷേത്രദർശനം, പുണ്യസ്ഥല സന്ദർശനം ഇവ നടത്തും. കുടുംബത്തിൽ ശാന്തതയുണ്ടാകും.